ഓക്കെ, അപ്പോൾ അടുത്തത് ഇക്വിലിബ്രിയം എന്ന് പറഞ്ഞൊരു ടോപ്പിക്കിനെ കുറിച്ച് നമ്മൾ പഠിക്കാൻ പോകും. ഇക്വിലിബ്രിയം ടോപ്പിക്കിനകത്ത് ഫസ്റ്റ് മനസ്സിലാക്കേണ്ട കാര്യം എന്താണ് ഇക്വിലിബ്രിയം എന്ന് നോക്കണം. ഒരു റിയാക്ഷൻ നടക്കുമെന്ന് വിചാരിക്കുക. ഓക്കെ, അതായത് ഇപ്പോൾ എ എന്ന് പറഞ്ഞൊരു മെറ്റീരിയൽ ബി ആയിട്ട് മാറിക്കൊണ്ടിരിക്കുന്നത് വിചാരിക്കുക. അപ്പോൾ ചില സമയത്ത് ഇവിടെ നിന്നൊരു റിവേഴ്സ് റിയാക്ഷൻ ഉണ്ടാവും. ചെറിയ കണ്ടീഷൻസിലൊക്കെ വ്യത്യാസം വന്നു കഴിയുമ്പോഴത്തേക്കും അവിടെ നിന്ന് റിവേഴ്സ് റിയാക്ഷൻ ഉണ്ടാവും. അപ്പോൾ ബി കുറച്ച് എ ആയിട്ട് മാറും, എ ബി ആയിട്ട് മാറും, ബി കുറച്ച് എ ആയിട്ട് മാറും. അപ്പോൾ റിയാക്ഷൻ നടന്ന് കുറച്ച് ടൈം കഴിയുമ്പോഴത്തേക്കും ഇവിടെ ഒരു റിയാക്ഷൻ നടക്കാത്തൊരു ഫീൽ നമുക്ക് കിട്ടും. പക്ഷെ ശരിക്കും റിയാക്ഷൻ നടക്കുന്നുണ്ട്. എ ബി ആയിട്ട് മാറുന്നുണ്ട്, ബി എ ആയിട്ട് മാറുന്നുണ്ട്. പക്ഷെ അതിന്റെ റേറ്റ് ഒരുപോലെ ആയിരിക്കും. എ ബി ആയിട്ട് മാറുന്ന അതേ അളവിൽ തന്നെ ബി തിരിച്ച് എ ആയിട്ട് മാറുന്നുണ്ടാവും. അപ്പൊ അതുകൊണ്ട് നമുക്കവിടെ ഇക്വിലിബ്രിയത്തിലായെന്ന് പറയാം. അപ്പോൾ ദ റേറ്റ് ഓഫ് ഫോർവേഡ് റിയാക്ഷൻ ഈസ് ഈക്വൽ ടു റേറ്റ് ഓഫ് ബാക്ക്വേർഡ് റിയാക്ഷൻ ആയിരിക്കും. അപ്പൊ ആ സമയത്ത് നമുക്ക് പറയാം അവിടെ ഇക്വിലിബ്രിയത്തിൽ എത്തിയിട്ടുണ്ട്. ഇതാണ് ഇക്വിലിബ്രിയം. ഇനി ഇക്വിലിബ്രിയത്തിന് അതിൻ്റെതായിട്ടുള്ള ചില സംഭവങ്ങളൊക്കെ ഉണ്ട്. ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് എന്നൊക്കെ പറയും. ഓക്കെ, ഒരു ഇക്വിലിബ്രിയത്തിനകത്ത് അതിൻ്റെതായിട്ടുള്ള ചില നമ്പറുകളൊക്കെ ഉണ്ട്. അതാണ് ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് എന്ന് പറയും. ഇക്വിലിബ്രിയത്തിൽ എത്തിയ ഒരു റിയാക്ഷന് ഇതോടെ കണക്ട് ചെയ്യുന്ന ഒരു നമ്പർ ഉണ്ട്. ഓക്കെ, അതാണ് എൻ്റെ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ്. ഇപ്പൊ ഉദാഹരണത്തിന് നമുക്കൊരു എ എ പ്ലസ് ബി ബി ഗീവ്സ് സി സി പ്ലസ് ഡി ഡി, ഇങ്ങനെ ഒരു റിയാക്ഷൻ എന്ന് വിചാരിക്കും. ഓക്കെ, ഒരു റിയാക്ഷൻ, അതായത് എ എന്ന് പറഞ്ഞൊരു മെറ്റീരിയൽ അതിനകത്ത് എ മോളിക്യൂൾസ് ഉണ്ട്, ബി എന്ന് പറയുന്ന മെറ്റീരിയൽ അതിനകത്ത് ബി മോളിക്യൂൾസ് ഉണ്ട്, ചെറിയ സ്മോൾ ലെറ്റർ ബി. അങ്ങനെയാണെങ്കിൽ അതിന് ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ പ്രൊഡക്റ്റിന്റെ കോൺസെൻട്രേഷൻ, ഉദാഹരണത്തിന് ഇവിടെ സി അല്ലേ ഒരു പ്രൊഡക്റ്റ്, സിയുടെ കോൺസെൻട്രേഷൻ റേസ് ടു അതിന്റെ എത്ര മോളിക്യൂൾസ് ഉണ്ടെന്നുള്ളത്. ഇവിടെ എത്ര മോളിക്യൂൾസ് ഉണ്ട്? സി മോളിക്യൂൾസ് അല്ലേ. സോ റേസ് ടു സി ഇൻറ്റു ഡിയുടെ കോൺസെൻട്രേഷൻ വേറൊരു പ്രൊഡക്റ്റ് റേസ് ടു അതിന്റെ മോളിക്യൂൾസിനാണ്, ഡിവൈഡ് ബൈ ഇനി റിയാക്ടന്റിന്റെ കോൺസെൻട്രേഷൻ പിന്നെ അതിന്റെ പവർ. എയുടെ കോൺസെൻട്രേഷൻ റേസ് ടു എ, ബിയുടെ കോൺസെൻട്രേഷൻ റേസ് ടു ബി ആയിരിക്കും. ഇത്രയേ ഉള്ളൂ. ഇതാണ് ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് ഉദ്ദേശിക്കുക. അതായത് ഇക്വിലിബ്രിയത്തിൽ എത്തിയ ഒരു റിയാക്ഷൻ അതോട് കണക്ട് ചെയ്യുന്ന ഒരു നമ്പർ ഉണ്ടാവും. പിന്നെ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് മാറിക്കൊണ്ടൊക്കെ ഇരിക്കും. പല പല രീതിക്ക് മാറ്റാനൊക്കെ പറ്റും നമുക്ക്. ടെമ്പറേച്ചറൊക്കെ അതിനെ എഫക്ട് ചെയ്യും. അതൊക്കെ പിന്നെ പഠിക്കാം. ഫസ്റ്റ് മനസ്സിലാക്കേണ്ട കാര്യം എന്താണ് ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് എന്ന് മനസ്സിലായല്ലോ. അതായത് ഇക്വിലിബ്രിയത്തിൽ എത്തിയ ഒരു റിയാക്ഷന് അതോട് കണക്ട് ചെയ്യുന്ന ഒരു നമ്പർ ഉണ്ടാവും. ഇപ്പൊ ഒരു ഉദാഹരണത്തിന് ഇതാ ഈ കാണുന്ന ഈ ഒരു റിയാക്ഷൻ H2 പ്ലസ് I2 ഗീവ്സ് 2HI, അതിന് ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് ഒന്ന് നോക്കിയേ. H2 പ്ലസ് I2 ഗീവ്സ് 2HI അകത്ത് HI ആണല്ലോ പ്രൊഡക്റ്റ്. അപ്പൊ നമ്മൾ HIയുടെ കോൺസെൻട്രേഷൻ എഴുതി. പിന്നെ എന്റെ പവർ രണ്ടാണല്ലോ, രണ്ട് മോളിക്യൂൾസ് ആണല്ലോ, അപ്പൊ പവർ ആയിട്ട് നമ്മൾ 2 എഴുതി. ഡിവൈഡഡ് ബൈ റിയാക്ടൻസ് അടയ്ക്കുക H2, അപ്പൊ H2ന്റെ കോൺസെൻട്രേഷൻ പിന്നെ I2ന്റെ കോൺസെൻട്രേഷൻ രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്തു. അപ്പൊ ഇതാണ് ഇതിന്റെ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് ഇൻ ടേംസ് ഓഫ് കോൺസെൻട്രേഷൻ കേട്ടോ. ഇനി അതുപോലെ ഈ റിയാക്ഷൻ ആണെങ്കിൽ നമ്മുടെ പ്രൊഡക്റ്റ് NH3 ആണ്. സോ NH3യുടെ കോൺസെൻട്രേഷൻ എഴുതി, പിന്നെ അതിൽ 2 ഉണ്ട്, സോ മേലെ 2 എഴുതി. ഡിവൈഡ് ബൈ റിയാക്ടൻസിലേക്ക് കടക്കാം. റിയാക്ടന്റെ കോൺസെൻട്രേഷൻ N2ന്റെ കോൺസെൻട്രേഷൻ ഇതാ ഇവിടെ എഴുതി, പിന്നെ H2ന്റെ കോൺസെൻട്രേഷൻ ഇവിടെ എഴുതി. അതിന് ഫ്രണ്ടിൽ ഒരു 3 ഉള്ളതുകൊണ്ട് ആ 3 എടുത്ത് പവർ ആയിട്ട് എഴുതി. ഇത്രയേ ചെയ്യാനുള്ളൂ. ഇനി മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കോൺസെൻട്രേഷൻ വെച്ചുള്ള ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് ഉള്ളതുപോലെ തന്നെ വേറൊരു ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് കൂടെ ഉണ്ട്, പ്രഷർ വെച്ചുള്ള ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ്. ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് വിത്ത് റെസ്പെക്ട് ടു പ്രഷർ, നമ്മളതിനെ KP എന്ന് വിളിക്കും. KP പ്രത്യേകിച്ചൊന്നുമില്ല, ഈ കോൺസെൻട്രേഷൻ വന്ന സ്ഥലത്ത് അവിടെ പ്രഷർ വരും. അതായത് ഇതാ ഇവിടെ HIയുടെ കോൺസെൻട്രേഷൻ അല്ല വന്നേക്കണേ, അതിന് പകരം അവിടെ HIയുടെ പ്രഷർ വരും. KP ഈസ് ഈക്വൽ ടു PHI, എന്നിട്ട് 2 അല്ലേ, ഇപ്പൊ റേസ് ടു 2 ഡിവൈഡ് ബൈ H2ന്റെ പ്രഷർ ഇൻറ്റു I2ന്റെ പ്രഷർ. കഴിഞ്ഞു. ഇത്രയേ ഉള്ളൂ. ആ കോൺസെൻട്രേഷൻ എഴുതിയതിന് പകരം അവിടെ പ്രഷർ എഴുതുക. ഇനി ഇവർ തമ്മിൽ ഒരു റിലേഷൻ ഉണ്ട്. ഈ KPയും കേസും തമ്മിൽ റിലേഷൻ ഉണ്ട്. ഓക്കെ, KP ഈസ് ഈക്വൽ ടു KC ഇൻറ്റു RT റേസ് ടു ഡെൽറ്റ n എന്നാണ്. ഓക്കെ, KP ഈസ് ഈക്വൽ ടു KC ഇൻറ്റു RT റേസ് ടു ഡെൽറ്റ n എന്നാണ്. അതായത് KP എന്നുള്ള വാല്യൂ കിട്ടാനായിട്ട് ആണ് KC വാല്യൂ എടുക്കുക. പിന്നെ RT, R എന്ന് വെച്ച് കഴിഞ്ഞാൽ യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റന്റ് ആണ്. T എന്ന് വെച്ച് കഴിഞ്ഞാൽ ടെമ്പറേച്ചർ ആണ്. റേസ് ടു ഡെൽറ്റ n എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രൊഡക്റ്റിലുള്ള നമ്പർ ഓഫ് മോളിക്യൂൾസിന്റെ സം മൈനസ് റിയാക്ടന്റിലുള്ള നമ്പർ ഓഫ് മോളിക്യൂൾസിന്റെ സം ബ്രാക്കറ്റ് ഇടാൻ മറക്കരുത്.
പ്രൊഡക്റ്റിലുള്ള നമ്പർ ഓഫ് മോളിക്യൂൾസിന്റെ സം മൈനസ് റിയാക്ടന്റിലുള്ള നമ്പർ ഓഫ് മോളിക്യൂൾസിന്റെ സം. ഇവിടെ ചെയ്തു നോക്കാം, ഒരു ക്വസ്റ്റ്യൻ ചെയ്തു നോക്കാം, അപ്പൊ ക്ലിയർ ആയിട്ട് മനസ്സിലാവും. ഇവരുടെ KPയും KC നമ്മൾ റിലേഷൻ എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, തുടങ്ങുന്ന KPയിലാണെന്ന് ഓർത്തോളണേ. KP ഈസ് ഈക്വൽ ടു KC ഇൻറ്റു RT റേസ് ടു ഡെൽറ്റ N ആണല്ലോ. ഇപ്പൊ ഡെൽറ്റ N എന്താണ്? പ്രൊഡക്റ്റിനുള്ള നമ്പർ ഓഫ് മോളിക്യൂൾസിന്റെ സം. അതായത് ഈ 2 ഇവിടെ പിന്നെ ഒന്നും എഴുതാത്തതുകൊണ്ട് 1 ആയിരിക്കും. 2 + 1 പ്രൊഡക്റ്റിലുള്ള നമ്പർ ഓഫ് മോളിക്യൂൾസിന്റെ സമ്മ് മൈനസ് റിയാക്ടന്റിലുള്ള നമ്പർ ഓഫ് മോളിക്യൂൾസിന്റെ സം. റിയാക്ടന്റിലാകെ NOCl മാത്രമേ ഉള്ളൂ, അപ്പൊ 2 അത് മാത്രമേ ഉള്ളൂ. അപ്പോൾ എടുത്ത് സം ചെയ്യേണ്ട ആവശ്യമില്ല. -2 എന്ന് കിട്ടും. 2 + 1 3 കിട്ടും. 3 - 2 ഈസ് ഈക്വൽ ടു 1 എന്ന് കിട്ടും. ഡൺ. ഇത്രേ ഉള്ളൂ. ഇതിന്റെ ഡെൽറ്റ N 1 ആയിരിക്കും. അപ്പൊ നമുക്ക് ഇക്വേഷൻ എഴുതാം. KP ഈസ് ഈക്വൽ ടു KC ഇൻറ്റു RT റേസ് ടു 1 അഥവാ KC ഇൻറ്റു RT. അത്രേ ഉള്ളൂ KPയുടെ വാല്യൂ. ഇതാണ് ഇതിന് ഉത്തരമായിട്ട് വരിക. ഇത്രയും ചെയ്യാനുള്ളൂ. ഇനി അടുത്തത് എന്താണ് ഇക്വിലിബ്രിയം കോൺസ്റ്റന്റിന്റെ കുറച്ച് പ്രത്യേകതകൾ, ക്യാരക്ടറിസ്റ്റിക്സ്. ഫസ്റ്റത്തെ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് നമുക്ക് ഇക്വിലിബ്രിയത്തിൽ മാത്രമേ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, പേര് തന്നെ ഉണ്ടല്ലോ, ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് നമുക്ക് ഇക്വിലിബ്രിയത്തിൽ മാത്രമേ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് നമ്മുടെ ഈ റിയാക്ടൻസ് ഉണ്ടല്ലോ, റിയാക്ഷൻ തുടങ്ങിയ ആൾക്കാർ, അവരുടെ ഇനീഷ്യൽ കോൺസെൻട്രേഷനും പ്രൊഡക്റ്റിന്റെ ഇനീഷ്യൽ കോൺസെൻട്രേഷനോട് ഒരു ബന്ധവുമില്ല. ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് ഇക്വിലിബ്രിയം നമ്മുടെ റിയാക്ടൻസിന്റെ ഇനീഷ്യൽ കോൺസെൻട്രേഷൻ തുടക്കത്തിലുള്ള പ്രൊഡക്റ്റിന്റെ ഇനീഷ്യൽ കോൺസെൻട്രേഷനോട് ഒരു ബന്ധവുമില്ല. ആകെ അതിന് റിലേഷൻ ഉള്ളത് ഇക്വിലിബ്രിയത്തിൽ എത്തിക്കഴിയുമ്പോഴുള്ള കോൺസെൻട്രേഷനായിട്ടാണ്. ഓക്കെ, ലാസ്റ്റത്തത് ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് ടെമ്പറേച്ചറിനെ ഡിപ്പെൻഡ് ചെയ്യും. ടെമ്പറേച്ചറിന് മാത്രമല്ല, വേറെ പലതിനും ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്, പക്ഷെ ടെമ്പറേച്ചറിനെ ഡിപ്പെൻഡ് ചെയ്യും നമുക്ക് പറയാം. ഇനി അടുത്ത് എന്താണ് ലേ ഷാലൻസ് പ്രിൻസിപ്പിൾ? ലേ ഷാലൻസ് പ്രിൻസിപ്പിൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഇക്വിലിബ്രിയത്തിൽ എത്തിയ ഒരു റിയാക്ഷൻ എന്ന് വിചാരിക്കും, ഒരു സിസ്റ്റം ഇക്വിലിബ്രിയത്തിലാണെന്ന് വിചാരിക്കുക. അതിൻ്റെ അകത്ത് നമ്മൾ കോൺസെൻട്രേഷൻ, പ്രഷർ അല്ലെങ്കിൽ ടെമ്പറേച്ചർ അങ്ങനെ എന്തിനെങ്കിലും മാറ്റം വരുത്തിയാൽ, ഓക്കെ, ഇക്വിലിബ്രിയത്തിൽ എത്തിയ ഒരു റിയാക്ഷന്റെ കോൺസെൻട്രേഷൻ, പ്രഷർ അല്ലെങ്കിൽ ടെമ്പറേച്ചർ അങ്ങനെ എന്തിനെങ്കിലും മാറ്റം വരുത്തി കഴിഞ്ഞാൽ ആ സിസ്റ്റം റീ അഡ്ജസ്റ്റ് ചെയ്യും ഈ ചേഞ്ചിന് ക്യാൻസൽ ചെയ്യാനായിട്ട്. ഓക്കെ, ഇപ്പോൾ ഇംഗ്ലീഷിൽ പറയുവാണെങ്കിൽ ഇറ്റ് സ്റ്റേറ്റ്സ് ദാറ്റ് whenever there is a change in concentration, pressure or temperature in a system in equilibrium, equilibrium ഒരു സിസ്റ്റത്തിന്റെ, then the system will readjust itself, okay, so that it can cancel this change. So the system will readjust itself to cancel this change അല്ലെങ്കിൽ nullify this change എന്നൊക്കെ പറയാം. ആ ഒരു ചേഞ്ചിനെ ഇല്ലാണ്ടാക്കാനായിട്ട് സിസ്റ്റം എന്ത് ചെയ്യും? റീഅഡ്ജസ്റ്റ് ചെയ്യും. അവർക്ക് അവിടെ നിന്ന് മാറണ്ട, അവർക്ക് ഇക്വിലിബ്രിയത്തിൽ തന്നെ നിന്നാൽ മതി. അപ്പൊ അതിനൊരു റീഅഡ്ജസ്റ്റ് ചെയ്യുന്നതാണ് എന്ത്? ലേ ഷാലൻസ് പ്രിൻസിപ്പിൾ. ഓക്കെ, ഇപ്പൊ അടുത്ത് നോക്കാമല്ലോ. അപ്പൊ ലേ ഷാലൻസ് പ്രിൻസിപ്പിൾ ക്ലിയർ ആണല്ലോ. അങ്ങനെയാണെങ്കിൽ ഈ ചോദ്യം നോക്കണേ. എക്സ്പ്ലെയിൻ ദ എഫക്ട് ഓഫ് ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ ഓൺ ദ ഫോളോയിങ്. നമുക്ക് ഇതിന്റെ റിയാക്ഷൻസിന്റെ പ്രത്യേകത എന്താണെന്ന് നോക്കാം. ഫസ്റ്റത്തെ ലേ ഷാലൻസ് പ്രിൻസിപ്പിളിനെ കുറിച്ച് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറയാം. അതായത് ഇപ്പോൾ നമ്മുടെ അടുത്ത് റിയാക്ടന്റ് ഉണ്ട്, പ്രൊഡക്റ്റ് ഉണ്ട്. ഓക്കെ, റിവേഴ്സിബിൾ റിയാക്ഷൻ ആണല്ലോ. ഇവരിപ്പോൾ ഇക്വിലിബ്രിയത്തിലാണ് നിൽക്കുന്നതെന്ന് വിചാരിക്കാം. നമ്മൾ ഒരു സൈഡിൽ കോൺസെൻട്രേഷൻ കൂട്ടി, ഓക്കെ, റിയാക്ടന്റ് സൈഡിലെ കോൺസെൻട്രേഷൻ നമ്മൾ കൂട്ടിയെന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ ഇവിടെ റിയാക്ടന്റ് സൈഡിൽ കോൺസെൻട്രേഷൻ കൂടിയല്ലോ, അപ്പൊ അത് അവിടെ ആള് കൂടിയില്ലേ. അപ്പൊ ആള് കൂടിക്കഴിഞ്ഞാൽ നമുക്ക് പ്രൊഡക്റ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്യണ്ടേ. അപ്പൊ എന്ത് സംഭവിക്കും? റിയാക്ടന്റ് സൈഡിലെ കോൺസെൻട്രേഷൻ കൂട്ടിയാൽ പ്രൊഡക്റ്റിന് അങ്ങോട്ട് അത് കൺവേർട്ട് ആകും, അതായത് ഫോർവേഡ് റിയാക്ഷൻ നടക്കും. ഇപ്പൊ കോൺസെൻട്രേഷന്റെ കേസിൽ റിയാക്ടന്റ് കൂട്ടിയാൽ അത് പ്രൊഡക്റ്റ് ആയിട്ട് മാറും, അഥവാ ഫോർവേഡ് റിയാക്ഷൻ നടക്കും. പ്രൊഡക്റ്റ് കൂട്ടിയാലോ അപ്പൊ തിരിച്ച് റിയാക്ടന്റ് ആയിട്ട് മാറണ്ടേ, അപ്പൊ ബാക്ക്വേർഡ് റിയാക്ഷൻ നടക്കും. അതാണ് കോൺസെൻട്രേഷന്റെ കേസിൽ നടക്കുക. ഇനി അടുത്തൊരു കേസ്, അടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ ടെമ്പറേച്ചർ ആണ് ഇൻക്രീസ് ചെയ്യുന്നത് വിചാരിച്ചു. ഓക്കെ, ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്തു. ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുവാണ്. ഇതൊരു എൻഡോതെർമിക് റിയാക്ഷൻ എന്ന് വിചാരിക്കാം. ഓക്കെ, എൻഡോതെർമിക് റിയാക്ഷൻ, അതായത് ഡെൽറ്റ എച്ച് പോസിറ്റീവ് ഉള്ള ഒരാൾ. എൻഡോതെർമിക് റിയാക്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ടെമ്പറേച്ചർ എടുത്ത് റിയാക്ഷൻ നടത്തുന്ന ആൾക്കാരാണ്.
അതുപോലെ ഡെൽറ്റ എച്ച് പോസിറ്റീവ് ആയിരിക്കും. അപ്പൊ ഡെൽറ്റ എച്ച് പോസിറ്റീവ് ആയിട്ടുള്ള ഒരാളുടെ ടെമ്പറേച്ചർ കൂട്ടിക്കഴിഞ്ഞാൽ അവിടെ എന്ത് സംഭവിക്കും? ഫോർവേഡ് റിയാക്ഷൻ ആയിരിക്കും. അതായത് ഡെൽറ്റ എച്ചും പോസിറ്റീവ്, ടെമ്പറേച്ചർ നമ്മൾ കൂട്ടുവാണ്, അപ്പൊ എല്ലാം പോസിറ്റീവ് അല്ലേ, അപ്പൊ ഫോർവേഡ് റിയാക്ഷൻ. പക്ഷെ എക്സോതെർമിക് ആണെങ്കിലും അവിടെ ഡെൽറ്റ എച്ച് നെഗറ്റീവ് ആയിരിക്കും. അപ്പൊ എൻഡോ പോസിറ്റീവ്, എക്സോ നെഗറ്റീവ് ആണ്. അപ്പൊ അവിടെ നമ്മൾ ടെമ്പറേച്ചർ കൂട്ടിയാൽ ബാക്ക്വേർഡ് റിയാക്ഷൻ ആയിരിക്കും. അപ്പൊ ടെമ്പറേച്ചർ കുറച്ച് കഴിഞ്ഞാൽ നേരെ ഓപ്പോസിറ്റ് വരും. ഓക്കെ, അപ്പൊ എൻഡോതെർമിക്കിൽ ടെമ്പറേച്ചർ കൂട്ടിയാൽ ഫോർവേഡ് റിയാക്ഷൻ, എക്സോതെർമിക്കിൽ ടെമ്പറേച്ചർ കൂട്ടിയാൽ ബാക്ക്വേർഡ് റിയാക്ഷൻ. ഇനി എൻഡോതെർമിക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡെൽറ്റ എച്ച് പോസിറ്റീവ്, എക്സോതെർമിക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡെൽറ്റ എച്ച് നെഗറ്റീവ്. നമ്മൾ പ്രഷറാണ് കൂട്ടുന്നതെന്ന് വിചാരിച്ചോട്ടോ. പ്രഷർ കൂട്ടുമെന്ന് വിചാരിക്കുക. അപ്പോൾ ഇതിനകത്ത് ഒരൊറ്റ റൂളേ ഉള്ളൂ, നമ്പർ ഓഫ് മോളിക്യൂൾസ് കുറവ് എവിടെയാണോ അങ്ങോട്ടേക്ക് റിയാക്ഷൻ ടുവേർഡ്സ്, ഇവിടെ എഴുതും ടുവേർഡ്സ് നമ്പർ ഓഫ് മോളിക്യൂൾസ് ലെസ്. എവിടെയാണോ നമ്പർ ഓഫ് മോളിക്യൂൾസ് കുറവുള്ളത് അങ്ങോട്ടേക്കായിരിക്കും പ്രഷർ കൂട്ടിയാൽ റിയാക്ഷൻ നടക്കുള്ളൂ. ഈ 3 കാര്യങ്ങൾ അറിഞ്ഞു വെച്ചേക്കാം. റിയാക്ടന്റ് കോൺസെൻട്രേഷൻ കൂട്ടിയാൽ ഫോർവേഡ് റിയാക്ഷൻ, പ്രൊഡക്റ്റ് കോൺസെൻട്രേഷൻ കൂട്ടിയാൽ ബാക്ക്വേർഡ് റിയാക്ഷൻ, തിരിച്ചിങ്ങോട്ട് നടക്കും. എൻഡോതെർമിക് റിയാക്ഷനിൽ, അതായത് ഡെൽറ്റ എച്ച് പോസിറ്റീവ് ഉള്ള റിയാക്ഷൻ ആണെങ്കിൽ ടെമ്പറേച്ചർ കൂട്ടിയാൽ ഫോർവേഡ് റിയാക്ഷൻ, ഡെൽറ്റ എച്ച് നെഗറ്റീവ് ആണെങ്കിൽ ടെമ്പറേച്ചർ കൂട്ടിയാൽ ബാക്ക്വേർഡ് റിയാക്ഷൻ. പ്രഷർ കൂട്ടുവാണെങ്കിൽ എവിടെയാണോ മോളിക്യൂൾസിന്റെ എണ്ണം കുറവ് അങ്ങോട്ടേക്ക് റിയാക്ഷൻ നടക്കും. ഫോർവേഡ് ബാക്ക്വേർഡ് എന്നില്ല, എവിടെയാണോ മോളിക്യൂൾസിന്റെ എണ്ണം കുറവ് അങ്ങോട്ടേക്ക് റിയാക്ഷൻ നടക്കും. അപ്പൊ ഈ ഒരു ക്വസ്റ്റ്യനകത്ത് നോക്കി, ഈ ഒരു ക്വസ്റ്റ്യനകത്ത് ടെമ്പറേച്ചറിന്റെയും പ്രഷറിന്റെയും എഫക്റ്റ് ആണ് ചോദിച്ചേക്കുന്നത്. നമ്മൾ ടെമ്പറേച്ചർ കൂട്ടുമെന്ന് വിചാരിക്കാം, ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യാന്ന് വിചാരിച്ചോട്ടോ. ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുവാണെങ്കിൽ ഡെൽറ്റ എച്ച് നെഗറ്റീവ് ആയതുകൊണ്ട്, ഓക്കെ, ഡെൽറ്റ എച്ച് നെഗറ്റീവ് ആയതുകൊണ്ട് എന്തായിരിക്കും? അവിടെ ബാക്ക്വേർഡ് റിയാക്ഷൻ ആയിരിക്കും. പറഞ്ഞല്ലോ, ടെമ്പറേച്ചർ കൂട്ടുമ്പോൾ ഡെൽറ്റ എച്ച് പോസിറ്റീവ് ആണെങ്കിൽ മാത്രമേ ഫോർവേഡ് റിയാക്ഷൻ ഉണ്ടാവുള്ളൂ. ഇവിടെ ഡെൽറ്റ എച്ച് നെഗറ്റീവ് ആണ്, അതുകൊണ്ട് ബാക്ക്വേർഡ് റിയാക്ഷൻ ആയിരിക്കും. ഇനി നമ്മൾ പ്രഷർ കൂട്ടുമെന്ന് വിചാരിക്കാം, ഒരു സെന്റൻസ് ആയിട്ട് തന്നെ എഴുതണം കേട്ടോ. പ്രഷർ കൂട്ടുമെന്ന് വിചാരിക്കാം. അപ്പോൾ അവിടെ നമ്മൾ ഓൾറെഡി പറഞ്ഞു, എവിടെയാണോ മോളിക്യൂൾസിന്റെ എണ്ണം കുറവ് അവിടെയായിരിക്കും അങ്ങോട്ടേക്കായിരിക്കും നടക്കുക. ഇവിടെ റിയാക്ടന്റ് 2 മോളിക്യൂൾസ്, ഓക്കെ, റിയാക്ടന്റ് 2 മോളിക്യൂൾസ്, പ്രൊഡക്റ്റോ, പ്രൊഡക്റ്റ് ഒരു മോളിക്യൂൾ ഉള്ളൂ, N2O4 ഒരെണ്ണം ഉള്ളൂ, പ്രൊഡക്റ്റ് 1 മോളിക്യൂൾ. അപ്പൊ പ്രൊഡക്റ്റിന്റെ അങ്ങോട്ടേക്കായിരിക്കും റിയാക്ഷൻ. പ്രൊഡക്റ്റിന്റെ അങ്ങോട്ടേക്കുള്ള റിയാക്ഷൻ എന്ന് വെച്ചാൽ എന്താണ്? ഫോർവേഡ് റിയാക്ഷൻ. സോ ഫോർവേഡ് റിയാക്ഷൻ എവിടെയാണോ കുറവുള്ളത് അങ്ങോട്ടേക്കായിരിക്കും. അപ്പൊ ടെമ്പറേച്ചർ കൂട്ടിയാൽ ബാക്ക്വേർഡ് റിയാക്ഷൻ നമുക്ക് നടത്താം, പ്രഷർ കൂട്ടിയാൽ ഫോർവേഡ് റിയാക്ഷൻ നടത്താം, അത്രേ ഉള്ളൂ. ഇനി ഈ ഒരു ക്വസ്റ്റ്യനിൽ പ്രഷറിന്റെ ചേഞ്ച് നമ്മുടെ ഈ റിയാക്ഷൻ എങ്ങനെ അഫക്ട് ചെയ്യും, അല്ലെങ്കിൽ ഇക്വിലിബ്രിയത്തിനെ എങ്ങനെ അഫക്ട് ചെയ്യും എന്നാണ്. ഇവിടെ റിയാക്ടന്റ് മോളിക്യൂൾസ് ഒരെണ്ണം മൊത്തം 2 എണ്ണം, പ്രൊഡക്റ്റിലും 2 എണ്ണം, രണ്ടും സെയിം അല്ലേ. അപ്പൊ അവിടെ പ്രത്യേകിച്ച് വ്യത്യാസം നടക്കില്ല, അവിടെ റിയാക്ഷൻ ചേഞ്ച് ഒന്നും ഉണ്ടാവില്ല. എവിടെയാണോ കുറവ് അങ്ങോട്ടേക്കെന്നല്ലേ, ഇവിടെ കുറവൊന്നുമില്ല, രണ്ടും ഈക്വൽ ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇക്വിലിബ്രിയത്തിന് ഒരു ചേഞ്ചും ഉണ്ടാവില്ല. നിങ്ങൾ എത്ര പ്രഷർ കൂട്ടിയാലും ഇക്വിലിബ്രിയം അതുപോലെ തന്നെ നിൽക്കും. ഇനി അടുത്തത് കുറച്ച് ആസിഡ് ബേസ് കോൺസെപ്റ്റ്സ് ആണ്. ഓക്കെ, ഫസ്റ്റത്തെ അരീനീസ് കോൺസെപ്റ്റ് ആണ്. അരീനീസിന്റെ കോൺസെപ്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഒരു ആസിഡ് ഉണ്ടെന്ന് വിചാരിക്കുക. ആ ആസിഡ് നമ്മൾ വെള്ളത്തിലോ അതിൽ എന്തെങ്കിലും ഒരു അക്വസ് സൊല്യൂഷനിൽ ലയിപ്പിക്കുകയാണെങ്കിൽ ആ സമയത്ത് അത് നമുക്ക് H3O+ അയോൺസ് പ്രൊഡ്യൂസ് ചെയ്യും. അതായത് H+ അയോൺ പ്രൊഡ്യൂസ് ചെയ്യും. ആ H+ പോയി H2O ആയിട്ട് മിക്സ് ആയെന്ന് വിചാരിക്കുക. മിക്സ് ആയിട്ട് H3O+ അയോൺസ്, അതായത് ഹൈഡ്രോണിയം അയോൺസ് പ്രൊഡ്യൂസ് ചെയ്യും. അല്ലെങ്കിൽ പ്രോട്ടോൺ ഡോണേഴ്സ് പറഞ്ഞാലും മതി. H+ അയോൺസ് പ്രൊഡ്യൂസ് ചെയ്യുക, അല്ലെങ്കിൽ H3O+ പ്രൊഡ്യൂസ് ചെയ്യും. ആസിഡ്സ് ബേസ് ആണെങ്കിലോ ഹൈഡ്രോക്സിൽ അയോൺ പ്രൊഡ്യൂസ് ചെയ്യും, അതായത് OH- അയോൺസ് പ്രൊഡ്യൂസ് ചെയ്യും. ഇപ്പൊ ആസിഡ്സ് ഹൈഡ്രോണിയം അയോൺ പ്രൊഡ്യൂസ് ചെയ്യും, ബേസസ് ഹൈഡ്രോക്സിൽ അയോൺസ് പ്രൊഡ്യൂസ് ചെയ്യും അക്വസ് സൊല്യൂഷനിൽ. ഇപ്പൊ ഉദാഹരണത്തിന് HCl ഒരു ആസിഡാണ്, NaOH ഒരു ബേസ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ, കാരണം HCl എടുത്ത് വെള്ളത്തിൽ കലക്കി കഴിഞ്ഞാൽ അവിടെ H+ഉം H2O കൂടെ ചേർന്നിട്ട് H3O+ ഉണ്ടാവും. അതുകൊണ്ട് അത് ആസിഡാണ്. NaOH വെള്ളത്തിൽ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ OH- പ്രൊഡ്യൂസ് ആവും. അതുകൊണ്ട് ഹൈഡ്രോക്സിൽ അയോൺ.
പ്രൊഡ്യൂസ് ആവും. അതുകൊണ്ട് അതൊരു ബേസ് ആയിരിക്കും. അത്രേ ഉള്ളൂ. ആസിഡ് H3O+ പ്രൊഡ്യൂസ് ചെയ്യും, ബേസ് OH- പ്രൊഡ്യൂസ് ചെയ്യും. എവിടെ? അക്വസ് സൊല്യൂഷനിൽ. ഇനി ഫസ്റ്റത്തെ അരീനീസ് കോൺസെപ്റ്റ്, രണ്ടാമത്തത് ബ്രോൺസ്റ്റഡ് കോൺസെപ്റ്റ് ആണ്. ബ്രോൺസ്റ്റഡ് ലോറി കോൺസെപ്റ്റ് എന്ന് പറയും. പ്രത്യേകിച്ചൊന്നുമില്ല. ആസിഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ H+ ഡോണർ ആണ്. H+ കൊടുക്കുന്ന ആള് ആസിഡ്. H+ മേടിക്കുന്ന ആളായിരിക്കും? ബേസ് ആയിരിക്കും. H+ ഡോണർ ആണ് ആസിഡ്, H+ മേടിക്കുന്ന ആള് അക്സെപ്റ്റർ ആണ് ആള് ബേസ്. ഇപ്പൊ ഈ ഒരു എക്സാമ്പിൾ നോക്കാം. ഈ ഒരു എക്സാമ്പിളിൽ NH3 ഉണ്ട്. NH3 ഉണ്ട്, അതുപോലെ തന്നെ H2O ഉണ്ട്. ഇവിടെ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ H2O ഒരു H+ മിസ്സിംഗ് ആണ്. ഓക്കെ, H2O ഒരു H+ മിസ്സിംഗ് ആയി. ഇപ്പൊ ആലോചിച്ച് നോക്കിയേ, H2O ഒരു H+ പോയി, അതായത് ഈ 2H ഒരു H പോയി. ഇപ്പൊ ബാലൻസ് ഉള്ളത് OH ആണ്. പിന്നെ ഇത് ഓൾറെഡി ന്യൂട്രൽ ആയിരുന്നില്ലേ, ഇയാൾ ഓൾറെഡി ന്യൂട്രൽ അല്ല, അതായത് ഇയാളുടെ ചാർജ് 0 ആണ്. അപ്പൊ ഒരു പ്ലസ് സൈൻ പോയി, അതായത് ഒന്ന് കുറഞ്ഞു, ഒരു ചാർജ് കുറഞ്ഞു, ഒരു പ്ലസ് സൈൻ കുറഞ്ഞു. അപ്പൊ എന്ത് സംഭവിക്കും? 0 ഒരു 1 പോയി, ബാലൻസ് OH- എന്ന് വരും. അങ്ങനെയാണ് ഇവിടെ OH- വന്നു കേട്ടോ. അതൊരു പ്ലസ് പോയപ്പോൾ അവിടെ മൈനസ് വന്നു. ഒരു പ്ലസ്സാ പോയത്, അപ്പൊ ഒരു മൈനസ് വരും. ഇത് ഒന്ന് കുറയ്ക്കണം. അപ്പൊ ഒന്ന് ഐഡിയ എന്ന് വിചാരിച്ചോളൂ, കൃത്യമായിട്ട് മനസ്സിലാക്കണം. അപ്പൊ H2O OH- ആയി. കാരണം അയാൾ എന്ത് കളഞ്ഞു? അയാളുടെ എന്താ പോയത്? H+ പോയി, അതായത് H+ കൊടുത്തു. അതുകൊണ്ട് ഈ H2O ആയിരിക്കും ഇവിടുത്തെ ആസിഡ്. കണ്ടല്ലേ, H2O is an acid since it donates an H+. ഇത് മേടിച്ചതാരാ? NH3 അല്ല ഇത് മേടിച്ചത്. അപ്പൊ NH3 എന്ത് സംഭവിച്ചു? ഈ H+ മേടിച്ചു. അപ്പോ NH3 എന്നുള്ളത് NH4 ആയി. പിന്നെ ഈ 0 ഒരു 1 ചേർന്നല്ലോ, മേടിക്കൂല, 0+1. അപ്പൊ എന്ത് സംഭവിച്ചു? അത് 0+1 1, അഥവാ +1 നടക്കാം. NH4+ ആയി. ഇത്രയേ ഉള്ളൂ. ഒരാള് H+ മേടിച്ചു, വേറൊരാള് H+ കൊടുത്തു. കൊടുത്ത ആള് ആസിഡ്, മേടിച്ച ആള് ബേസ് ആയിരിക്കും. ഇനി ഇത് ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് പറയാനുള്ള കാരണം അടുത്തതിൽ ഇത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. കോൺജുഗേറ്റ് ആസിഡ് ബേസ് പെയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആസിഡും ബേസും തമ്മിൽ ഒരു H+ വ്യത്യാസം മാത്രമേ ഉള്ളെങ്കിൽ that differ only by proton. Acids and bases that differ only by proton are called conjugate acid base pair. അവർ തമ്മിലൊരു H+ വ്യത്യാസം മാത്രമേ ഉള്ളെങ്കിൽ നമുക്ക് അവരെ കോൺജുഗേറ്റ് ആസിഡ് ബേസ് പെയർ എന്ന് വിളിക്കാം. ഉദാഹരണത്തിന് നമ്മുടെ ഒരു HCl ഉണ്ട്. ഈ HCl ഒരു ആസിഡ് നമുക്കറിയാലോ. ഇതിൽ നിന്ന് ഞാനൊരു H+ എടുത്ത് കളഞ്ഞു. ഓക്കെ, അപ്പൊ എന്താ സംഭവിക്കുക? അപ്പൊ ആകെയുള്ള H പോയി, പിന്നെ ബാലൻസ് ആരാ? Cl അല്ലേ ഉള്ളത്. പിന്നെ ഇവരുടെ ചാർജ് 0 ആയിരുന്നു. അതിൽ നിന്ന് 1 കുറച്ചാൽ എത്ര കിട്ടും? 0 - 1 മൈനസ്. അങ്ങനെയാണ് നമുക്ക് Cl- കിട്ടിയത്. അപ്പൊ ഇയാള് ആസിഡ്, ഇയാൾ ഇതിന്റെ കോൺജുഗേറ്റ് ബേസ്. ഇത്രയേ ഉള്ളൂ. ഓക്കെ, ഒരാൾ ആസിഡും മറ്റേ ആള് അയാളുടെ കോൺജുഗേറ്റ് ബേസും. അങ്ങനെയാണെങ്കിൽ, ഇത്രയും ക്ലിയർ ആണെങ്കിൽ, ഇയാളുടെ കോൺജുഗേറ്റ് ആസിഡ് ആരായിരിക്കും? ഇപ്പോഴും ആലോചിച്ചോണേ, കോൺജുഗേറ്റ് ആസിഡ് അല്ലേ. ആസിഡ് എന്ന് പറയുമ്പോഴത്തേക്കും H+ ഉള്ള ആളായിരിക്കുമല്ലോ ആസിഡ്. ക്ലിയർ ആണല്ലോ. ആസിഡ് എന്ന് പറയുമ്പോഴത്തേക്കും അയാളുടെ അടുത്തൊരു H+ ഉണ്ടാവും എക്സ്ട്രാ. ഈ ആളേക്കാളും ഒരു H+ കൂടിയ ആളായിരിക്കും എന്തായാലും അയാളുടെ ആസിഡ്, കോൺജുഗേറ്റ് ആസിഡ് അല്ലേ. ഇപ്പൊ ചെയ്യേണ്ട കാര്യം, ഈ CO3 2- അകത്തേക്ക് ഒരു H+ ആഡ് ചെയ്യും. ഓക്കെ, ഇവിടെ ഒരു H+ ആഡ് ചെയ്യാം. ഇപ്പൊ എന്ത് സംഭവിക്കും? ആ H എടുത്ത് നമുക്ക് ഫ്രണ്ടിലിടാം. അപ്പൊ HCO3 എന്ന് വരും. പിന്നെ ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഈ 2- കൂടെ ഒരു 1 നമ്മൾ കൂട്ടുമല്ലേ, അത് -2 + 1, ഇവിടെ -1. ഏറ്റവും അവസാനം ഒരു -1 കൂടെ ഇട്ട് കൊടുക്കാം. കഴിഞ്ഞു, അത്രേ ഉള്ളൂ. 2- വെച്ചാൽ -2 തന്നെയാണ് ഉദ്ദേശിക്കുക. അതിനകത്തേക്ക് നമ്മളൊരു 1 ആഡ് ചെയ്ത് ഇപ്പൊ -1 എന്നോ 1- എന്തോടെ ഇട്ട് കൊടുക്കാം. ഐഡിയ ക്ലിയർ ആണല്ലോ. ഇവിടെ ബെറ്റർ ആയിട്ട് 1- ഇടുമായിരിക്കും നല്ലത്. ഇപ്പൊ 1- ഇടാം. HCO3 1- അല്ലെങ്കിൽ ചുമ്മാ മൈനസ് ഇട്ടാലും മതി, കാരണം ഒരെണ്ണമല്ലേ ഉള്ളൂ. അപ്പൊ മൈനസ് ഇട്ടാലും കുഴപ്പമില്ല. അപ്പൊ ഇങ്ങനെയാണ് ഇതിന്റെ കോൺജുഗേറ്റ് ആസിഡ് കണ്ടുപിടിക്കുക. അതുപോലെ തന്നെ H2O കോൺജുഗേറ്റ് ആസിഡ് കണ്ടുപിടിക്കാമല്ലോ. H2O കോൺജുഗേറ്റ് ആസിഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ H2O കൂടെ ഇപ്പൊ കോൺജുഗേറ്റ് ആസിഡ് കണ്ടുപിടിക്കാനായിട്ട് എന്ത് ചെയ്യുക? H+ ആഡ് ചെയ്യുക. ഓൾറെഡി 2 H ഉണ്ടല്ലോ, H2. ഒരു H കൂടെ ചേരുമ്പോഴത്തേക്ക് H3O ആവും. പിന്നെ ഒരു പ്ലസും കൂടെ ഉണ്ട്. ഇവിടെ 0 ആയിരുന്നു,
ആ 0യുടെ കൂടെ ഒരു 1 കൂടെ ആഡ് ചെയ്ത് കിട്ടും, 1 കിട്ടും. H3O + 1 +1 എന്ന് എഴുതണമെന്നില്ല, പ്ലസ് എന്ന് എഴുതിയാലും മതി. അപ്പൊ H3O പ്ലസ് ആയിരിക്കും ഇതിന്റെ കോൺജുഗേറ്റ് ആസിഡ്. ഇങ്ങനെയാണ് കോൺജുഗേറ്റ് ആസിഡ് കണ്ടുപിടിക്കുക. ഇനി അപ്പൊ കോൺജുഗേറ്റ് ബേസ് എങ്ങനെ കണ്ടുപിടിക്കുക? ഒരു H+ കുറച്ചാൽ മതി. അപ്പൊ NH3യുടെ കോൺജുഗേറ്റ് ബേസ് കിട്ടാൻ ഒരു H+ കുറയ്ക്കുക. അപ്പൊ ആദ്യം ഒരു കാര്യം ചെയ്യാം, H കുറയ്ക്കാം. NH3 അല്ലേ, 3 എണ്ണം ഉണ്ടല്ലോ. അപ്പൊ ഇന്ന് ഒരെണ്ണം കുറച്ചാൽ എന്ത് വരും? NH2 ആകും. പിന്നെ ഇവരുടെ പവർ എത്രയായിരുന്നു? 0 അല്ല, കാരണം പ്രത്യേകിച്ച് ചാർജ് ഒന്നും ഇല്ലല്ലോ. ആ 0യിൽ നിന്ന് ഈ പ്ലസ് എന്ന് പറഞ്ഞാൽ ഒരു 1 അല്ലേ, 0 1 കുറച്ചാൽ -1. അപ്പൊ ഇത് NH2 -1 ആയിരിക്കും, അല്ലെങ്കിൽ NH2 മൈനസ് ഇട്ടാലും മതി. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, OH-. ആ OH- നമുക്ക് എങ്ങനെ, അടുത്ത ക്വസ്റ്റ്യൻ OH- എങ്ങനെ ചെയ്യാൻ പറ്റും നോക്കി. OH- കോൺജുഗേറ്റ് ബേസ്, അതിന് എന്താ ചെയ്യേണ്ടത്? ഇതിൽ നിന്നൊരു H+ കുറയ്ക്കണം. അപ്പൊ OH എന്നൊരു H പോയപ്പോൾ എന്ത് വരും? O മാത്രമായിരിക്കും. ഇവിടെ ഓൾറെഡി ഒരു -1 ഇല്ലേ OH- ഫ്രണ്ടില്, അവിടെ നമ്മൾ മൈനസ് ഈ Hന്റെ മേലുള്ള 1 കൂടെ കുറച്ച് എത്ര കിട്ടും? -2 കിട്ടും. ആ -2 ഇവിടെ എഴുതാനിട്ട് O2-. ഇങ്ങനെയാണ് നമ്മളിതിന്റെ സിമ്പിൾ ഇടുന്നത്. ഓക്കെ, ഐഡിയ ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നത്. ഇങ്ങനെയാണ് എന്റെ ടെക്നിക്ക് കേട്ടോ, ഭയങ്കര എളുപ്പമാണ്. അപ്പോൾ കോൺജുഗേറ്റ് ആസിഡ് ഉണ്ടാക്കാനായിട്ട് എന്താ ചെയ്യേണ്ടത്? കോൺജുഗേറ്റ് ആസിഡ് കിട്ടാനായിട്ട് H+ ആഡ് ചെയ്യുക, കോൺജുഗേറ്റ് ബേസ് കിട്ടാനായിട്ട് H+ സബ്ട്രാക്ട് ചെയ്യുക, അത്രേ ഉള്ളൂ. ഇനി ലൂയിസിന്റെ കോൺസെപ്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ലൂയിസ് എന്താ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇലക്ട്രോൺ പെയറിനെ അക്സെപ്റ്റ് ചെയ്യുന്ന ഒരു ആസിഡ്. ഓക്കെ, അതായത് കുറച്ച് പേരുടെ അടുത്ത് ഇലക്ട്രോൺ പെയർ ഉണ്ടാവില്ല, ലോൺ പെയർ ഒക്കെ ഇല്ല. ആ ലോൺ പെയർ ഒക്കെ ഉള്ള ആൾക്കാർ ബേസ് ആയിരിക്കും, എക്സ്ട്രാ കൊടുക്കുന്ന ആൾക്കാർ. ലോൺ പെയർ ഉള്ളവർ ബേസും ആ ലോൺ പെയറിനെ അക്സെപ്റ്റ് ചെയ്യുന്ന ആൾക്കാരുണ്ടല്ലോ ഇലക്ട്രോൺ പെയറിന്, അവർ ആസിഡ് ആയിരിക്കും. അപ്പൊ അതുകൊണ്ടാണ് ഈ NH3 നമുക്കറിയാലോ, നൈട്രജനിലൊക്കെ ലോൺ പെയർ ഉണ്ട്, ഓക്സിജനിലെ ലോൺ പെയർ ഉണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള ആൾക്കാർ ലൂയിസ് ബേസ് ആണ്, കാരണം അവരുടെ എന്തുണ്ട്? ലോൺ പെയർ ഉണ്ട്, വെറുതെ ഇരിക്കുന്ന ഇലക്ട്രോൺസ് ഉണ്ടല്ലോ. അപ്പൊ ആ ഇലക്ട്രോൺസ് ഒക്കെ എക്സ്ട്രാ ഉള്ളതുകൊണ്ടാണ് അവരാരും ബേസ് ആയത്. ഇവരുടെ ഒന്നും ലോൺ പെയർ ഇല്ല, BF3 ഒന്നും ലോൺ പെയർ ഇല്ല, അലുമിനിയത്തിൽ ലോൺ പെയർ ഇല്ല, കാരണം ഒരു ഇലക്ട്രോൺ പോലും വെറുതെ ഇരിപ്പില്ല, അവരെല്ലാവരും റിയാക്ഷനിൽ പങ്കെടുത്തിട്ടുണ്ട്. അങ്ങനെയുള്ളവരാണ് ആര്? ആസിഡ്. ഓക്കെ, ലൂയിസ് ആസിഡ് കേട്ടോ. അവരുടെ ഒന്നും വാലൻസ് ഷെല്ലിൽ വെറുതെ ഇരിക്കുന്ന 2 ഇലക്ട്രോൺസ് ഉണ്ടാവില്ല, അതുകൊണ്ടാണ് അവർ ലൂയിസ് ആസിഡ് ആയത്. ഇനി അയണൈസേഷൻ കോൺസ്റ്റന്റ്. ഓക്കെ, ഓരോ ക്വസ്റ്റ്യനും ടൈം എടുത്ത് റിപ്പീറ്റ് അടിച്ച് കേട്ട് പഠിക്കണം. അടുത്ത അയണൈസേഷൻ കോൺസ്റ്റന്റ് ആണ്. അയണൈസേഷൻ കോൺസ്റ്റന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ഒന്നുമില്ല, ഒരു അക്വസ് സൊല്യൂഷൻ എടുക്കുക, എന്തെങ്കിലും ഒരു അക്വസ് സൊല്യൂഷൻ, അതിലുള്ള H+ന്റെ കോൺസെൻട്രേഷൻ, അതുപോലെ തന്നെ ഹൈഡ്രോക്സിൽ അയോണിന്റെ കോൺസെൻട്രേഷൻ, ഇത് മൾട്ടിപ്ലൈ ചെയ്യാം. ഓക്കെ, ചിലപ്പോൾ വാട്ടറിലാവാം, അല്ലെങ്കിൽ ഏതെങ്കിലും അക്വസ് സൊല്യൂഷനിലാവാം. അവിടെയുള്ള H+ന്റെ കോൺസെൻട്രേഷൻ, അതുപോലെ തന്നെ OH- കോൺസെൻട്രേഷൻ, ഇത് രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ഇറ്റ് ഈസ് ദ പ്രൊഡക്റ്റ് ഓഫ് ദി മോളാർ കോൺസെൻട്രേഷൻ ഓഫ് ഹൈഡ്രജൻ അയോൺ, ഓക്കെ, ഒരു ഹൈഡ്രോണിയം അയോൺ, H3O+ ആയാലും കുഴപ്പമില്ല, ഓർ ഹൈഡ്രോക്സിലാണ് ആൻഡ് ഹൈഡ്രോക്സിലാണ്. അപ്പൊ ഈ H+ന്റെയും OH- കോൺസെൻട്രേഷൻസ് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുക, അത്രേ ഉള്ളൂ ചെയ്യാനായിട്ട് കേട്ടോ. ഇതാണ് എന്ത്? അയണൈസേഷൻ കോൺസ്റ്റന്റ്. ഇനി എന്താണ് കോമൺ അയോൺ എഫക്ട്? കോമൺ അയോൺ എഫക്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമ്മൾ പഠിച്ചൊരു കാര്യം ഉപയോഗിക്കുന്ന ഒരു ടെക്നിക്കാണ് കോമൺ അയോൺ എഫക്ട്. അതായത് നമ്മുടെ അടുത്തൊരു വീക്ക് ഇലക്ട്രോലൈറ്റ് ഉണ്ടെന്ന് വിചാരിക്കാം. ഈ സ്ട്രോങ് ഇലക്ട്രോലൈറ്റും വീക്ക് ഇലക്ട്രോലൈറ്റും നമ്മൾ വ്യത്യാസം നോക്കാം ആദ്യം. സ്ട്രോങ് ഇലക്ട്രോലൈറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളതൊന്ന് ഡിസോൾവ് ചെയ്യുവാണെങ്കിൽ, ഇപ്പൊ വെള്ളത്തിൽ എന്തെങ്കിലുമൊക്കെ ഡിസോൾവ് ചെയ്യാൻ ശ്രമിക്കുവാണെങ്കിൽ അവർ ഈസി ആയിട്ട് ഡിസോസിയേറ്റ് ചെയ്യും, നന്നായിട്ട് സ്പ്ലിറ്റ് ആവും, എളുപ്പം സ്പ്ലിറ്റ് ആവും, കുറെ സ്പ്ലിറ്റ് ആവും. പക്ഷെ വീക്ക് ഇലക്ട്രോലൈറ്റ് ആണെങ്കിലോ അധികം സ്പ്ലിറ്റ് ആവില്ല. ഓക്കെ, അപ്പൊ അവര് അയോൺസ് ആയിട്ട് സ്പ്ലിറ്റ് ആവുന്ന പറഞ്ഞിട്ടുണ്ടല്ലോ, ഇവര് അത്ര കാര്യമായിട്ടങ്ങ് സ്പ്ലിറ്റ് ആകില്ല. ആണ് വീക്ക് ഇലക്ട്രോലൈറ്റിന്റെ കുഴപ്പം. സ്ട്രോങ് ഇലക്ട്രോലൈറ്റ് ആണെങ്കിൽ നന്നായിട്ട് സ്പ്ലിറ്റ് ആവും, അവർക്ക് ഡിസോസിയേറ്റ് ചെയ്യാൻ താല്പര്യമുണ്ട്, അതായത് എളുപ്പം സ്പ്ലിറ്റ് ചെയ്ത് പോകാൻ താല്പര്യമുണ്ട്. ഓക്കെ, അങ്ങനെയുള്ളവരാണ് വീക്ക് ഇലക്ട്രോലൈറ്റ്. നന്നായിട്ട് സ്പ്ലിറ്റ് ചെയ്യുന്നവർ സ്ട്രോങ് ഇലക്ട്രോലൈറ്റ്, അധികം സ്പ്ലിറ്റ് ചെയ്യാത്തവരായിരിക്കും വീക്ക് ഇലക്ട്രോലൈറ്റ്. അപ്പൊ കോമൺ അയോൺ എഫക്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സ്പ്ലിറ്റ് ചെയ്യാൻ താല്പര്യമില്ലാത്ത നമ്മുടെ വീക്ക് ഇലക്ട്രോലൈറ്റ് ഉണ്ടല്ലോ, അവരുടെ ഡിസോസിയേഷൻ നമുക്ക് തടയാൻ പറ്റും. എന്ത് ചെയ്താൽ മതി? ഒരു സ്ട്രോങ് ഇലക്ട്രോലൈറ്റ് ആഡ് ചെയ്യുക വിത്ത് എ കോമൺ അയോൺ. ഉദാഹരണത്തിന് CH3
COOH. ഇതൊരു വീക്ക് ഇലക്ട്രോലൈറ്റ് ആണ്. ഇയാളുടെ ഡിസോസിയേഷൻ നമുക്ക് തടയണം. എന്ത് ചെയ്താൽ മതി? CH3COONA എന്ന് പറയുന്ന ഒരു സ്ട്രോങ് ഇലക്ട്രോലൈറ്റ് ഉണ്ട്. ഇതിൻ്റെ അകത്ത് ഇവര് സ്പ്ലിറ്റ് ആവുന്ന എങ്ങനെ? CH3COO മൈനസും H+ആയിട്ട് സ്പ്ലിറ്റ് ആവുന്ന ഇവര്. പക്ഷെ അത്ര കാര്യമായിട്ട് സ്പ്ലിറ്റ് ആവില്ല, അതുകൊണ്ടാണ് വീക്കായ. ഇനി ഇത് ഒരു സ്ട്രോങ് ഇലക്ട്രോലൈറ്റ് ആണ്. അപ്പൊ ഇതേപോലൊരു സ്ട്രോങ് ഇലക്ട്രോലൈറ്റ് ഇതിനകത്തേക്ക് ആഡ് ചെയ്യാം. അപ്പൊ ഇവരെങ്ങനെ സ്പ്ലിറ്റ് ആവുക? CH3COO മൈനസ് പ്ലസ് Na പ്ലസ് ആയിട്ടായിരിക്കും. ഓക്കെ, ഇപ്പൊ സംഭവിച്ചെന്താന്ന് നോക്കിയാൽ, ഇപ്പൊ ഇതിന്റെ അകത്തേക്ക് നമ്മളൊരു സ്ട്രോങ് ഇലക്ട്രോലൈറ്റ് ആഡ് ചെയ്യുകയാണ്. അപ്പൊ ആഡ് ചെയ്തപ്പോ എന്ത് സംഭവിച്ചു? ഇതാ, ഈ അയോൺ കോമൺ ആയിട്ട് വന്നില്ലേ? ഒരു എക്സ്ട്രാ അയോൺ കോമൺ ആയിട്ട് വന്നില്ലേ? അത് പ്രൊഡക്റ്റിന്റെ കോൺസെൻട്രേഷൻ കൂടി. നമുക്കൊരു കാര്യം, റിലേഷണാലിറ്റീസ് പ്രിൻസിപ്പിൾ അനുസരിച്ച് പ്രൊഡക്റ്റ് കോൺസെൻട്രേഷൻ കൂടിയാൽ അപ്പൊ തിരിച്ച് റിയാക്ടൻസ് സൈഡിലേക്കായിരിക്കും റിയാക്ഷൻ നടക്കുള്ളൂ. അപ്പൊ അതുകൊണ്ട് തന്നെ ഡിസോസിയേഷൻ നടക്കില്ല അവിടെ. അതായത് എ എന്ന് പറഞ്ഞൊരു സംഭവം ബിയും സിയും ആയിട്ട് സ്പ്ലിറ്റ് ആവുമെന്ന് വിചാരിക്കാം. ഓക്കെ, നമ്മൾ എന്ത് ചെയ്തു? ഇസെഡ് എന്ന് പറഞ്ഞൊരു എക്സ്ട്രാ സാധനത്തേക്ക് ആഡ് ചെയ്തു. അയാൾ നല്ല സ്ട്രോങ് ആണ്. അപ്പൊ അയാള് ബിയും വൈയും ആണ് ഡിവൈഡ് ആവുന്നതെന്ന് വിചാരിക്കാം. ഇപ്പൊ സംഭവിച്ചെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഈ എ ബിയും സിയും ആയിട്ട് സ്പ്ലിറ്റ് ആവുന്നത് തടയണം. ഓക്കെ, അതായത് ഫോർവേഡ് റിയാക്ഷൻ നമുക്ക് തടയണം. എങ്ങനെയെങ്കിലും നമ്മൾ എന്ത് ചെയ്യും? ഈ ഇസഡിനകത്തേക്ക് ആഡ് ചെയ്തപ്പോൾ ഇവിടെ ഉണ്ടായിരുന്ന ബി യുടെ കൂടെ കുറച്ച് എക്സ്ട്രാ ബി വന്നല്ലോ. അതായത് നമ്മുടെ പ്രൊഡക്റ്റ് കോൺസെൻട്രേഷൻ കൂടി, റൈറ്റ് സൈഡിലുള്ള ആളുടെ എണ്ണം കൂടി. റൈറ്റ് സൈഡിലുള്ള ആളുടെ എണ്ണം കൂടിയാൽ ലെഫ്റ്റ് സൈഡിലേക്ക് റിയാക്ഷൻ നടക്കും. അതായത് ഇതാ, ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്കുള്ള റിയാക്ഷന് പകരം തിരിച്ച് ഓപ്പോസിറ്റ് ഡയറക്ഷനിലെ റിയാക്ഷൻ നടക്കുള്ളൂ. അത് ഹൈ വാല്യൂല ലോ വാല്യൂല അറിയില്ല, പക്ഷെ എന്തായാലും മുന്നോട്ടുള്ള റിയാക്ഷൻ അപ്പോൾ സ്റ്റോപ്പ് ആവും. ഇങ്ങോട്ടേക്കുള്ള റിയാക്ഷൻ ഇല്ല, മുന്നോട്ടുള്ള റിയാക്ഷൻ അത് കംപ്ലീറ്റ്ലി സ്റ്റോപ്പ് ആവും. അപ്പൊ അത് നമുക്ക് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റും. എന്ത് ചെയ്താൽ മതി? ഒരു സ്ട്രോങ് ഇലക്ട്രോലൈറ്റ് ആഡ് ചെയ്താൽ മതി. വേറെ ഒന്നും ചെയ്യാനല്ലോ. ഓക്കെ, വിത്ത് എ കോമൺ അയോൺ ഉള്ളത് കണ്ടില്ലേ? ഈ എക്സാമ്പിൾ നോക്കിയേ, ഇവിടെ നമ്മൾ ബി ഉള്ളത് ആഡ് ചെയ്തു, ഇവിടെ നമ്മൾ CH3COO മൈനസ് ഉള്ള ഒരാളെ ആഡ് ചെയ്തു. ക്ലിയർ ആണല്ലോ? എന്നോട് പറയും, we can suppress the dissociation of a weak electrolyte by the addition of a strong electrolyte having a common ion. ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്താണ് ബഫർ സൊല്യൂഷൻ എന്നാണ്. ബഫർ സൊല്യൂഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ ഒരു സൊല്യൂഷൻ എടുത്തു, നമ്മൾ അതിനകത്തേക്ക് കുറച്ച് ആസിഡ് ആഡ് ചെയ്യുമ്പോഴത്തേക്കും അതിന്റെ pH ചേഞ്ച് ചെയ്യും, കുറച്ച് ബേസ് ആഡ് ചെയ്താൽ അതിന്റെ pH ചേഞ്ച് ചെയ്യും. പക്ഷെ അതൊരു ബഫർ സൊല്യൂഷൻ ആണെങ്കിൽ കുറച്ച് ആസിഡോ അല്ലെങ്കിൽ കുറച്ച് ബേസോ അതിനകത്തേക്ക് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ pHന് വ്യത്യാസമൊന്നും പറ്റില്ല. ഇതാണ് ബഫർ സൊല്യൂഷൻ. ഓക്കെ, കുറച്ച് ആസിഡോ കുറച്ച് ബേസോ അതിനകത്തേക്ക് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ pHന് വ്യത്യാസം പറ്റില്ല. ഇപ്പൊ നമ്മുടെ ബ്ലഡ് ഒരു ബഫർ സൊല്യൂഷനാണ്. കാരണം അതിനകത്തേക്ക് കുറച്ച് ആസിഡോ ബേസോ ഒക്കെ ചെന്ന് കഴിഞ്ഞാലും അതിന്റെ pHന് വലിയ വ്യത്യാസമൊന്നും പറ്റില്ല. അപ്പൊ അതുപോലെ ഉള്ള സൊല്യൂഷൻസ് ആണ് ബഫർ സൊല്യൂഷൻ എന്ന് വിളിക്കുക. These are solutions that resist the change in pH on dilution with the addition of a small amount of acid or small amount of base. സ്മോൾ amount ആസിഡ് അല്ലെങ്കിൽ സ്മോൾ amount of ബേസ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ pHന് വ്യത്യാസം വരില്ല. ഇങ്ങനെയുള്ളവരാണ് ബഫർ സൊല്യൂഷൻ. 2 ടൈപ്പ് ഉണ്ട്, അസിഡിക് ബഫറും ബേസിക് ബഫറും. ഇനി ഒരു അസിഡിക് ബഫറിന് എക്സാമ്പിൾ എടുത്തു നോക്കാം. ഇപ്പൊ അസിഡിക് ബഫർ എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്കൊരു അസിഡിക് ബഫർ ക്രിയേറ്റ് ചെയ്യാനായിട്ട് എപ്പോഴും അസിഡിക് ബഫർ ക്രിയേറ്റ് ചെയ്യാനായിട്ട് നമ്മുടെ അടുത്തൊരു വീക്ക് ആയിട്ടൊരു ആസിഡ് ഉണ്ടാവും. ഇത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. ഒരു വീക്ക് ആസിഡ് ആയിരിക്കും വേണ്ടത്. അടുത്തോളം ഒരു അസിഡിക് ബഫർ ക്രിയേറ്റ് ചെയ്യാനായിട്ട് നമുക്ക് വേണ്ടതൊരു വീക്ക് ആസിഡും അതിന്റെ ഒരു സോൾട്ടും ആയിരിക്കും. യൂഷ്വലി സോഡിയം സോൾട്ടൊക്കെയാണ് എടുക്കാറ് കേട്ടോ. ഇതിന്റെ സോൾട്ട് ആയിരിക്കും. സോഡിയം സോൾട്ട്, പൊട്ടാസ്യം സോൾട്ട്, അങ്ങനത്തെ ഏതുകൊണ്ടെങ്കിലും ആവാം. ഫോർ എക്സാമ്പിൾ എടുക്കാം. നമുക്കറിയാവുന്നൊരു വീക്ക് ആസിഡാണ് CH3COOH. ഓക്കെ, ഭയങ്കര വീക്കായിട്ടുള്ള ആസിഡാണ്. അതിന്റെ അകത്തേക്ക് ഈ എച്ചിനെ മാറ്റി അവിടെ ഒരു Na ചേർത്ത് അതിനൊരു സോഡിയം സോൾട്ട് ആഡ് ചെയ്യാം, CH3CONA. ഇതൊരു ബഫർ സൊല്യൂഷനായി. ഇത് രണ്ടും ഒരേ അളവിൽ എടുക്കണം. ഇക്വിമോളോ മിക്സ്ചർ ആയിരിക്കണം. ഒരേ അളവിൽ തന്നെ എടുക്കുക. ഇക്വിമോളോ മിക്സ്ചർ ഉള്ള ഒരു അസിറ്റിക് ആസിഡിന്റെയും സോഡിയം അസിറ്റേറ്റിന്റെ ഒരു മിക്സ്ചർ. ഓക്കെ,
എൻ്റെ pH അറൌണ്ട് 4.75 ആയിരിക്കും എന്ന് പറയുന്നത്. എൻ്റെ pH അറൌണ്ട് 4.75 ആയിരിക്കും. pH 7 താഴെ കൊണ്ടാണ് അതിന് അസിഡിക് ബഫർ എന്ന് വിളിക്കുക. ഓക്കെ, ഇത്രേ ഉള്ളൂ. ഇനി അതുപോലെ തന്നെ ബേസിക് ബഫറായിട്ട് നമുക്കൊരു വീക്ക് ബേസും പിന്നെ അതിൻ്റെ ഒരു സോൾട്ട് ഉപയോഗിക്കാം. ബേസിക് ബഫറിൽ ഒരു വീക്ക് ബേസും പിന്നെ അതിൻ്റെ ഒരു സോൾട്ട് ഉപയോഗിക്കാം. പിന്നെ അതിൻ്റെ സോൾട്ടായിട്ട് നമുക്ക് ക്ലോറിൻ സോൾട്ട് ഉപയോഗിക്കാം, SO4 ഒക്കെ ഉപയോഗിക്കാൻ പറ്റും. ഒരു ഉദാഹരണത്തിന് NH4OH ഒരു വീക്ക് ബേസ് ആണ്. അതിൻ്റെ ഒരു സോഡിയം സോൾട്ട് ആണെന്ത് NH4Cl. ഇവരുടെ ഒരു ഇക്വിമോളർ മിക്സർ നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ അതിന്റെ pH ഏകദേശം ഒരു 9.25 ആയിരിക്കും. ഇതൊരു ബഫർ സൊല്യൂഷനായിട്ട് ആക്ട് ചെയ്യും. അത്രേ ഉള്ളൂ. ഇപ്പൊ എന്താണ് ബഫർ സൊല്യൂഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സൊല്യൂഷനകത്തേക്ക് നമ്മൾ ആസിഡോ ബേസോ ഒക്കെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ pH ചേഞ്ച് ചെയ്യില്ല. കുറച്ച് അധികമൊന്നും ആഡ് ചെയ്യരുത്, കുറച്ച് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ. അടുത്ത സോളിബിലിറ്റി പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞ ടോപ്പിക്കാണ്. സോളിബിലിറ്റി പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞ ടോപ്പിക് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ അടുത്തൊരു സ്പെയറിംഗ്ലി സോളിബിൾ സോൾട്ട് ഉണ്ടെന്ന് വിചാരിക്കാം. ഓക്കെ, സ്പെയറിംഗ്ലി സോളിബിൾ ആയിട്ടുള്ള ഒരു സോൾട്ട് ഉണ്ടെന്ന് വിചാരിക്കുക. അതിന്റെ മോളാർ കോൺസെൻട്രേഷൻസ് എടുക്കുക. ആരുടെ? അയോൺസിന്റെ. സ്പെയറിംഗ്ലി സോളിബിൾ സോൾട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര കുറച്ച് മാത്രം ഡിസോൾവ് ആവുന്ന സോൾട്ട്. അത് വളരെ കുറച്ച് ഡിസോൾവ് ആയിട്ടുള്ളൂ. അങ്ങനെയുള്ള ആ ഒരു സോൾട്ടിന്റെ അയോൺസിന്റെ കോൺസെൻട്രേഷൻ, നന്നായിട്ട് ഡിസോൾവ് ആവുന്നതല്ല, വളരെ കുറച്ച് ഡിസോൾവ് ആവുന്ന ആ ഒരു സോൾട്ടിന്റെ അയോൺസിന്റെ കോൺസെൻട്രേഷൻ മൾട്ടിപ്ലൈ ചെയ്യുക. അത്രേ ഉള്ളൂ. അതാണ് സോളിബിലിറ്റി പ്രൊഡക്റ്റ്. ഓക്കെ, ഇപ്പൊ ഉദാഹരണത്തിന് നമുക്ക് എക്സാമ്പിൾ എടുക്കാം. ബേരിയം സൾഫേറ്റ് ഇതിനൊരു എക്സാമ്പിൾ ആണ്. BaSO4. ബേരിയം സൾഫേറ്റ് ഒരു സ്പെയറിംഗ്ലി സോളിബിൾ സോൾട്ട് ആണ്. അതിനർത്ഥം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് Ba2+ഉം SO4 2- ആയിട്ട് സ്പ്ലിറ്റ് ആവും. അപ്പൊ ഇതിന്റെ സോളിബിലിറ്റി പ്രൊഡക്റ്റ് നമുക്കതിനെ KSP എന്ന് വിളിക്കാം. KSP എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ Ba കോൺസെൻട്രേഷൻ, Ba2+ന്റെ കോൺസെൻട്രേഷൻ ഇൻടു SO4 2- കോൺസെൻട്രേഷൻ ആയിരിക്കും. ഇത്രേ ഉള്ളൂ. ഇതാണ് സോളിബിലിറ്റി പ്രൊഡക്റ്റ്. ഇത്രയും ക്ലിയർ ആണല്ലോ? സോളിബിലിറ്റി പ്രൊഡക്റ്റ് ക്ലിയർ ആണല്ലോ? നമുക്ക് അടുത്ത ടോപ്പിക്കിലേക്ക് പോകാം. സോളിബിലിറ്റി പ്രൊഡക്റ്റ് കഴിഞ്ഞാൽ നമ്മളിൽ കുറച്ച് അക്വ സൊല്യൂഷൻസ് ഉണ്ട്. അവരുടെ നേച്ചർ പറയണം. ഇവര് അസിഡിക് ആണോ, ബേസിക് ആണോ, അല്ലെങ്കിൽ ന്യൂട്രൽ ആണോ എന്നുള്ളതാണ് നോക്കേണ്ടത്. ഓക്കെ, ഇനി ഇത് മനസ്സിലാക്കാണ്ട് ഇത്ര ഉള്ള സംഭവം, സ്ട്രോങ് ആസിഡും വീക്ക് ബേസും കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അസിഡിക് ആയിട്ടുള്ളൊരു കമ്പോണന്റ് കിട്ടും, സൊല്യൂഷൻ കിട്ടും. വീക്ക് ആസിഡും സ്ട്രോങ് ബേസും ആണെങ്കിൽ നമുക്ക് എന്താ പറയുക, ഒരു ബേസിക് ആയിട്ടുള്ള ഒരു സൊല്യൂഷൻ കിട്ടും. ഇനി സ്ട്രോങ് ആസിഡും സ്ട്രോങ് ബേസും ആണെങ്കിൽ ഓൾമോസ്റ്റ് ന്യൂട്രൽ ആയിട്ടുള്ള സൊല്യൂഷനും കിട്ടുക. ഇനി അത്രേ ഉള്ളൂ, ബേസിക്കലി ഇത്രേ ഉള്ളൂ. ഇത് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഫസ്റ്റത്തത് സോഡിയം അസറ്റേറ്റ് ആണ്. സോഡിയം അസറ്റേറ്റ്, അതായത് നമുക്കറിയാം സോഡിയം അസറ്റേറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ CH3COONA. CH3COONA ഇതെങ്ങനെ ഫോം ചെയ്യുന്നതിനെ കുറിച്ച് നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു. CH3CONA ഫോം ചെയ്യാനായിട്ട് CH3COOHന്റെ അകത്തേക്ക് നമ്മൾ NaCl അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആഡ് ചെയ്യുക. ഓക്കെ, CH3COOH എന്ന് പറയുന്ന ഒരു സ്ട്രോങ് ആസിഡിനകത്തേക്ക് നമ്മൾ NaOH ആഡ് ചെയ്യുമ്പോഴാണ്, വീക്ക് ആസിഡ്, ഇതൊരു വീക്ക് ആസിഡ് ആണ് പഠിച്ചു വെച്ചാണ്. CH3COOH ഒരു വീക്ക് ആസിഡാണ്, ഇതൊരു സ്ട്രോങ് ബേസ് ആണ്. അപ്പൊ വീക്ക് ആസിഡിലേക്ക് സ്ട്രോങ് ബേസ് ആഡ് ചെയ്തു. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? ബേസിക് സൊല്യൂഷൻ. അപ്പൊ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം, അസിറ്റിക് ആസിഡ് വീക്കാണ്. അപ്പൊ അവരുടെ ഒരു ലിസ്റ്റ് എഴുതി വെക്കാം. ഓക്കെ, വീക്ക് ആയിട്ടുള്ള ആസിഡ്സിന്റെ ഒക്കെ ഒരു പേര് ഒരു ലിസ്റ്റ് ആയിട്ട് എഴുതാം. വീക്ക് ആസിഡ്സ്, സ്ട്രോങ് ആസിഡ്സ്, വീക്ക് ബേസ്, സ്ട്രോങ് ബേസ്. ഓക്കെ, ഇതിനൊരു ലിസ്റ്റ് നമുക്ക് റെഡിയാക്കാം. ഒരു 3-4 നമുക്ക് എപ്പോഴും സ്ഥിരമായിട്ട് വരുന്ന 3-4 എടുക്കാം. നമ്മൾ ആദ്യം പറഞ്ഞു CH3COOH എന്നുള്ളതിനകത്ത് ലിസ്റ്റിലുണ്ടല്ലോ. വീക്ക് ആസിഡിനകത്ത് CH3COOH എന്തായാലും ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ
കാർബോണിക് ആസിഡ് ഉണ്ട്, ഇത് അസറ്റിക് ആസിഡ് ആണ്. ഓക്കെ, C3COOH അസറ്റിക് ആസിഡ്. പിന്നെ ഫോമിക് ആസിഡ് എന്ന് പറയുന്നത് HCOH ഉണ്ട്. പിന്നെ വേറെ നമുക്ക് കാർബോണിക് ആസിഡ് ഉണ്ട്. ഓക്കെ, H2CO3 കാർബോണിക് ആസിഡ്. ഇതെല്ലാം വീക്ക് ആസിഡ്സിൽ പെട്ടാണ്. പിന്നെ സ്ട്രോങ് ആസിഡ്സ് നമുക്ക് നന്നായിട്ട് അറിയാം. HCl, H2SO4 ഒക്കെ എന്താണ് സ്ട്രോങ് ആസിഡാണ്. സൾഫ്യൂരിക് ആസിഡ്, ഓക്കെ, ഹൈഡ്രോക്ലോറിക് ആസിഡ് ഒക്കെ സ്ട്രോങ് ആസിഡ്സിൽ പെട്ടതായിരിക്കും. ഓക്കെ, ഇനി വീക്ക് ബേസിലേക്ക് വരുമ്പോഴത്തേക്ക് നമ്മൾ ഓൾറെഡി പറഞ്ഞല്ലോ, NH4OH അമോണിയം ഹൈഡ്രോക്സൈഡ് ഒരു വീക്ക് ബേസ് ആണ്. NH3 അമോണിയ ഒരു വീക്ക് ബേസ് ആണ്. പിന്നെ മീത്തൈൽ അമീൻ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. സോഡിയം ബൈകാർബണേറ്റ് NaHCO3 സോഡിയം ബൈകാർബണേറ്റ് എന്താണ് ഒരു വീക്ക് ബേസ് ആണ്. സ്ട്രോങ് ബേസ് നമുക്ക് നന്നായിട്ട് അറിയാം. NaOH, KOH ഇതെല്ലാം സ്ട്രോങ് ബേസിൽ പെട്ടാണ്. NaOH, KOH, LiOH ലിഥിയം ഹൈഡ്രോക്സൈഡ്, LiOH ഇതെല്ലാം സ്ട്രോങ് ബേസിൽ പെട്ടാണ്. അപ്പൊ ഈ ലിസ്റ്റ് നമുക്കറിയാമെങ്കിൽ നമുക്ക് കൃത്യമായിട്ട് ചെയ്യാം. നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് പോവാം. അപ്പൊ ഫസ്റ്റത്തെ നമ്മുടെ ഉള്ള എന്താണ് സോഡിയം അസറ്റേറ്റ് ആണ്. അതായത് അസറ്റിക് ആസിഡും സോഡിയം ഹൈഡ്രോക്സൈഡും മിക്സ് ചെയ്തു. അസറ്റിക് ആസിഡ് വീക്കാന്ന് നമുക്കറിയാം, സോഡിയം ഹൈഡ്രോക്സൈഡ് സ്ട്രോങ് ആണെന്നറിയാം. ഓക്കെ, ഇതൊരു സ്ട്രോങ് ബേസ് ആണ്. അപ്പൊ ഇത് രണ്ടും കൂടെ ആഡ് ചെയ്ത് നമുക്ക് എന്താ കിട്ടുക? രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോഴത്തേക്കും നമുക്കൊരു വീക്ക് ആസിഡും സ്ട്രോങ് ബേസും ബേസിക് ആയിട്ടുള്ള ഇതൊക്കെ കിട്ടുക. ഈ രണ്ടാമത്തത് NaCl. NaCl എങ്ങനെയായിരിക്കും ഉണ്ടാക്കിയത്? NaOHും HCl സ്ട്രോങ് ആസിഡും സ്ട്രോങ് ബേസും, സോ ന്യൂട്രൽ ആയിരിക്കും. NH4Cl കാണുമ്പോൾ തന്നെ അറിയാലോ, NH4OHും HCl. HCl സ്ട്രോങ്, NH4OH വീക്ക്, സോ ആസിഡിക് ആയിരിക്കും. സ്ട്രോങ് ആസിഡ് അല്ലേ. K2CO3 നമ്മൾ പറഞ്ഞ ലിസ്റ്റിനകത്ത് H2CO3 പോലെ ഉണ്ടല്ലോ, ഇത് കാർബോണിക് ആസിഡ് ആയിട്ടുള്ള H2CO3 അതൊരു വീക്ക് ആസിഡ് ആയിരുന്നു. ആ H2CO3യുടെയും ഇത് H2CO3യുടെയും അതുപോലെ തന്നെ സ്ട്രോങ് ബേസ് ആയിട്ടുള്ള KOHന്റെ കൂടെ മിക്സ് ആണ്. ഓക്കെ, H2CO3യുടെയും സ്ട്രോങ് ബേസിന്റെ കൂടെ മിക്സ് ആണ്, അതുകൊണ്ടാണ് ഇത് ബേസിക് ആയത്. അത്രേ ഉള്ളൂ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ. അപ്പൊ അടുത്ത pHന്റെ ക്വസ്റ്റ്യൻ ആണ്. pHന്റെ ക്വസ്റ്റ്യൻ ചെയ്യാനായിട്ട് നമുക്ക് അതിന്റെ ഇക്വേഷൻ അറിയണം. pH is equal to -log H plus കോൺസെൻട്രേഷൻ. ക്വസ്റ്റ്യനിൽ ഓൾറെഡി ഹൈഡ്രജന്റെ കോൺസെൻട്രേഷൻ തന്നിട്ടുണ്ട്, ഹൈഡ്രജൻ അയോണിന്റെ. വേണമെങ്കിൽ -log H3O plus കോൺസെൻട്രേഷൻ എഴുതാം കേട്ടോ, ഹൈഡ്രോണിയം അയോൺ ഏതാണെങ്കിലും കുഴപ്പമില്ല. ഇവിടെ ഓൾറെഡി തന്നിട്ടുണ്ട്. ചെയ്യേണ്ട കാര്യം -log H plus കോൺസെൻട്രേഷൻ എത്രയാണ്? 3 × 10⁻³ ഓക്കെ, -log 3 × 10⁻³ എന്ന് വരും. ഇത് കാൽക്കുലേറ്ററിലേക്ക് ഇട്ട് കൊടുത്താൽ നമുക്ക് 2.5229 സംതിങ് കിട്ടും. 2.5229 കിട്ടും. ഇത് 7നേക്കാളും ചെറുതല്ലേ? ഇത് 7നേക്കാളും ചെറുതാണല്ലോ. ഇത് 7നേക്കാളും ചെറുതായതുകൊണ്ട് എന്തായിരിക്കും? ആസിഡിക് ആയിരിക്കും. ഓക്കെ, സോ pH less than 7, സോ ആസിഡിക്. ഇത് ആസിഡിക് ആയിരിക്കും. അത്രേ ഉള്ളൂ. ഇനി അടുത്തത്, ഇത് തിരകൂടെ ഒന്ന് കൺഫ്യൂസ് ചെയ്യുന്ന ക്വസ്റ്റ്യൻ ആണ്. ഒരു സോഫ്റ്റ് ഡ്രിങ്കിന്റെ pH 4.5 ആണെങ്കിൽ തിരിച്ചു ചെയ്യാനുള്ള ക്വസ്റ്റ്യൻ ആണ്. ഹൈഡ്രജൻ അയോൺ കോൺസെൻട്രേഷൻ എന്തായിരിക്കും? അതായത് pH is equal to -log H plus കോൺസെൻട്രേഷൻ നമുക്കറിയാം ആണല്ലോ. pH is equal to -log H plus കോൺസെൻട്രേഷൻ നമുക്കറിയാം. അങ്ങനെയാണെങ്കിൽ ഈ H plus കോൺസെൻട്രേഷൻ എത്രയായിരിക്കും? നമുക്ക് pH അറിയാം, 4.5 is equal to -log H plus കോൺസെൻട്രേഷൻ ആണ്. നമുക്ക് വേണ്ടത് H plus കോൺസെൻട്രേഷൻ കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. ഫസ്റ്റ് ചെയ്യേണ്ട കാര്യം ഈ മൈനസിനെടുത്ത് ഇപ്പുറത്തേക്ക് ഇടാം. -4.5 is equal to log H plus കോൺസെൻട്രേഷൻ. ഇനി ഈ ലോഗിനെടുത്ത് ഇപ്പുറത്തേക്ക് ഇടണം. നമുക്ക് H plus കോൺസെൻട്രേഷൻ മാത്രം മതി. അപ്പൊ ഇവിടെ H plus കോൺസെൻട്രേഷൻ മാത്രമാക്കുമ്പോഴത്തേക്കും ഈ ലോഗ് അപ്പുറത്തേക്ക് പോകണം. അപ്പുറത്തേക്ക് പോകുമ്പോൾ എന്റെ പേര് ആന്റി ലോഗ് എന്ന് വരും. ആന്റി ലോഗ് ഓഫ് -4.5. ഓക്കെ, ഇതെടുത്ത് കാൽക്കുലേറ്ററിൽ ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് 3.16 × 10⁻⁵ എന്ന് കിട്ടും.
മോളാർ കോൺസെൻട്രേഷൻ അല്ല. ഇപ്പൊ 3.16 into 10⁻⁵ മോളാർ കോൺസെൻട്രേഷൻ നേട്ടം കഴിഞ്ഞു. ഇനി ലാസ്റ്റത്തെ ക്വസ്റ്റ്യൻ സോലുബിലിറ്റി കണ്ടുപിടിക്കാനായിട്ട് കേട്ടോ. സോലുബിലിറ്റി തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ KSP കണ്ടുപിടിക്കാൻ. ഓക്കെ, സോലുബിലിറ്റി പ്രോഡക്റ്റ് കണ്ടുപിടിക്കാൻ. സോലുബിലിറ്റി പ്രോഡക്റ്റ് കണ്ടുപിടിക്കാനായിട്ട് നമുക്കൊരു ടെക്നിക്ക് ഉണ്ട്. ടെക്നിക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉദാഹരണത്തിന് നമ്മുടെ അടുത്ത് ഒരു എക്സാമ്പിൾ എടുക്കാം. AXBY എന്ന് പറയുന്ന ഒരു സബ്സ്റ്റൻസ് എന്ന് വിചാരിക്കുക. AXBY ഇയാളുടെ KSP എന്ന് വെച്ച് കഴിഞ്ഞാൽ സോലുബിലിറ്റി പ്രൊഡക്റ്റ് ഈസ് ഈക്വൽ ടു ഈ X⁻⁴ Y⁻⁴ പിന്നെ നമ്മുടെ സോലുബിലിറ്റി S ഉണ്ട്, അത് X+Y ആയിരിക്കും. ഇങ്ങനൊരു ടെക്നിക്ക് ഉണ്ട്. അതായത് AXBY എന്ന് പറയുന്ന ഒരു മോളിക്യൂൾ ആണെങ്കിൽ അതിന്റെ സോലുബിലിറ്റി പ്രൊഡക്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ X⁻X Y⁻Y S⁻X+Y ആയിരിക്കും. ഇനി ഈ കേസിൽ എങ്ങനെ നോക്കാം? ഒരു എളുപ്പവഴിയിൽ കണ്ടുപിടിച്ച് നോക്കാം. ഇവിടെ അതേ ടെക്നിക്ക് തന്നെ ഉപയോഗിക്കാം. KSP is equal to ഇവിടെ നമ്മുടെ ഉള്ളത് AgCl അല്ലേ? AgCl കൊണ്ട് ഭയങ്കര എളുപ്പമാണ് നോക്കാൻ. Ag+Cl- അല്ലേ? അപ്പൊ ഇതിന്റെ സോലുബിലിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് S ആയിരിക്കും. ശരിക്കും ചുമ്മാ മൾട്ടിപ്ലൈ ചെയ്താൽ മതി. KSP is equal to S² ആയിരിക്കും. S⁻². ഇവിടുത്തെ സോലുബിലിറ്റി 1.06 into 10⁻⁵ ആണെങ്കിൽ ഇതിന്റെ സോലുബിലിറ്റി എത്രയായിരിക്കും? സോലുബിലിറ്റി is equal to KSP is equal to 1.06 into 10⁻⁵ the whole square ആയിരിക്കും. ഇത് ചെയ്തു വരുമ്പോഴത്തേക്കും 1.1236 into 10⁻⁻10 m² കിട്ടും. ഇത്ര ഉള്ളത് ചെയ്യാനായിട്ട്.